സാമുദായിക ഐക്യ നീക്കത്തിന് പിന്നാലെ SNDP യോഗത്തിന്റെ നിർണായക യോഗം ഇന്ന് ആലപ്പുഴയിൽ. യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും NSSുമായുള്ള തുടർ ചർച്ചകൾ നടക്കുക. BDJS സംസ്ഥാന കൌൺസിലും ഇന്ന് ആലപ്പുഴയിൽ ചേരുന്നുണ്ട്. അർജുൻ മട്ടന്നൂരിന്റെ വിവരങ്ങളുമായി. അർജുൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തത് സാമുദായിക ഐക്യ നീക്കമായിരുന്നു. ഇന്നിപ്പോൾ SNDP യോഗത്തിന്റെ നിർണായക യോഗത്തിൽ ഒരു SNDP NSS ഐക്യ പ്രഖ്യാപനത്തിനുള്ള സാധ്യത എത്രത്തോളം? ഗുഡ് മോർണിംഗ് സുധിയൻ, ഹരിപ്രിയ. അതായത് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് SNDPയും NSSും തമ്മിലുള്ള ഐക്യം. ഇതിന് രണ്ട് സംഘടനകളുടെയും ജനറൽ സെക്രട്ടറിമാർ ഇതിന് പച്ചക്കൊടി കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഏത് തരത്തിലാണ് ഐക്യം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കടക്കണം. സ്വാഭാവികമായും ഇരു സംഘടനകളും തമ്മിലുള്ള ചർച്ചകളും നടക്കേണ്ടതുണ്ട്. ഇതിന് മുന്നോടിയായിട്ടാണ് ഇന്ന് SNDPയുടെ ഒരു നിർണായക യോഗം ആലപ്പുഴയിൽ നടക്കുന്നത്. രണ്ട് ജനറൽ സെക്രട്ടറിമാരും, അതായത് വെള്ളാപ്പള്ളി നടേശനും G. സുകുമാരൻ നായരും തമ്മിലുള്ള കൂടിക്കാഴ്ച അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ നീക്കമായി കാണരുത് എന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ തിരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കാൻ തക്ക വിധമുള്ള ഒരു സാമുദായിക ഐക്യമാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 2012 സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഇരു സംഘടനകളും ഇത്തരത്തിൽ ഐക്യപ്പെടാൻ തീരുമാനിക്കുകയും ഇരു ജനറൽ സെക്രട്ടറിമാരെ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ഐക്യ നീക്കം അധികം മുന്നോട്ട് പോയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും അന്ന് അതിനെ എതിർത്തിരുന്ന CPM ഇത്തവണ ഇപ്പോൾ അതിന് അനുകൂലമായ നിലപാടെടുക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇത്തവണയുണ്ട്. ഏതായാലും ഇന്നത്തെ യോഗത്തിന് ശേഷം BDJSന്റെ സംസ്ഥാന കൗൺസിൽ യോഗവും ചേരുന്നുണ്ട്. ഇതിൽ തിരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകാനും സാധ്യതയുണ്ട്. എന്തായാലും ഇതിന്റെ ആത്യന്തികമായ ഗുണഭോക്താവ് ആര് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇന്നത്തെ SNDPയുടെ നിർണായക യോഗത്തിൽ ഇതിന്റെ തുടർ നടപടികൾ തീരുമാനിക്കും. SNDPയുടെ നിർണായക യോഗം ഇന്ന് ആലപ്പുഴയിൽ ചേരുകയാണ്. അർജുൻ മട്ടന്നൂരാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.